ഷാനവാസിനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാൻ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സഹായം പാപ്പ കടലിൽ പോയി കിട്ടുന്ന ആശ കൊണ്ടാണ് സാർ പഠിപ്പിച്ചത്. ജോലി കിട്ടാനോ? കോളേജിൽ പഠിത്തം തീരുന്നതിന് മുമ്പ് അവന് ജോലി കിട്ടി സാർ. വാപ്പ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? പറയണോ? 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ പെൺപിള്ളേർ പ്രായമായ പെട്ടെന്ന് കെട്ടിച്ചുവിടും സാർ. അതുകൊണ്ടാണ് വാപ്പ എന്നെ. ഈ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് നല്ല രസത്തിലല്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ, കാര്യങ്ങൾ പറയാം. ഞങ്ങൾ പാവപ്പെട്ടവരാണ് സാർ. എന്നെ കെട്ടുമ്പോൾ മച്ചാക്ക് എന്നെക്കാളും ഒരുപാട് പ്രായം ഉണ്ടായിരുന്നു. പിന്നെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ വന്നത്. ഇപ്പോ ജോലിയുണ്ടോ? വാപ്പയുടെ കൂടെ കടയിൽ പോവും. വാപ്പയുടെ കൂടെ കടയിൽ പോവും. നിങ്ങൾ കുറച്ചേരം പുറത്തിരിക്കണം. ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉമ്മയ്ക്ക് സുഖമില്ല സാർ. എങ്ങനെ ചോദിക്കണം ഞങ്ങൾക്കറിയാം. ഓ, എത്ര കാലമായി അവർക്ക് തുടങ്ങിയിട്ട്? ഞങ്ങളുടെ കൊച്ചിലെ മുതൽ ഉമ്മയ്ക്ക് ഇങ്ങനെയാണ്. വാപ്പ കടലിൽ പോയിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ഉമ്മയ്ക്ക് വലിയ വെപ്രാളമാണ്. വാപ്പ മരിച്ചതിന് ശേഷമാണ് ഇത്രയും കൂടിയത്. ഉമ്മ ഉമ്മ എന്തിനായിരുന്നു മോനെ ജോലി? കൂടെ ജോലി ഒന്നൊരു പെൺകുട്ടിക്കാരെ പിടിച്ചു. അങ്ങനെയൊന്നുമല്ല സാർ. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇല്ല, അവന് പ്രൊമോഷൻ കൊടുത്ത് ഓഫീസിൽ പിടിച്ചു. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ സാർ. എന്നിട്ട് വേറെ ജോലിയൊന്നും നോക്കാതെ ഭീകരവാദിയായിട്ട് മനുഷ്യന്മാരെ കൊല്ലാൻ നടക്കുന്നു അല്ലേ? അത് സത്യം പറയും. ജോലി പോയതോടെ അവൻ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അപ്പോഴാണ് വാപ്പ കടലിൽ പോയിട്ട് കാണാതായത്. വാപ്പയുടെ മയ്യത്ത് തന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇവൻ ഈ വീട്ടിലിരുന്നിട്ട് എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യമൊന്നും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. 5 നേരമൊക്കെ പോകാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ പരിചയമില്ലാത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ഈ മുസ്ലിം മത പണ്ഡിതന്മാർക്ക് വരാറുണ്ടായിരുന്നു അല്ലേ? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളുടെ കൂടെയാണ് ജോലിയൊക്കെ അന്വേഷിച്ചാണ് അവൻ പോയത്. പോയിട്ട് ഒരു മാസമല്ലേ? ആ ശരി സാർ, അയാളെ കൊണ്ട് വിളിക്കാം. ആ നാസർ, എന്താ പേര്? നസീർ. നസീറിനെ വിളിക്കും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം പേര് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും യമനിലും എവിടെയൊക്കെയോ പോയിട്ടുണ്ടെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ NIA പറഞ്ഞിട്ടില്ലേ? എന്താ അതൊന്നും അവർക്ക് എവിടെ പോയേ? ആട് മേയ്ക്കാൻ പോയതാണോ? ആർക്കാ അറിയാത്തത്? അവരെല്ലാം ICCയിൽ ചേർന്നു. എന്താ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലേ? ലോകത്തെന്ത് നടന്നാലും അതിന് നടുവിൽ കുറേ മലയാളികളെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. NIAയും മാധ്യമങ്ങളും ഒക്കെ തട്ടിവിടുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? നോക്കൂ, IS എന്നൊരു സംഘടന നിലവിലുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? എവിടെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? ആരാണ് അതിൻ്റെ നേതാവ്? എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ നമുക്കറിയാമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ലവ് ജിഹാദ് പോലെ അടുത്തിടെ വന്നിട്ടുള്ള ചില കപടമായ പ്രയോഗങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടാൻ്റെ അടുക്കലോട്ടാണ് ഞാൻ അവനെ അയച്ചത്. എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി വല്ല രാഷ്ട്രീയ വൈരാഗ്യമാണോന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാലത്തിപ്പം മേത്തന്മാരെ തീവ്രവാദികളാക്കാൻ എളുപ്പമാണല്ലോ. നമ്മുടെ സമുദായത്തിൽപ്പെട്ട പയ്യനായതുകൊണ്ടാണ് ഞാൻ അവനെ സഹായിച്ചത്. നിങ്ങളിങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ എന്നെ സംശയിക്കും. എനിക്കൊരു കുടുംബമുള്ളതാണ്. ഇല്ല, അവൻ എന്നെ ഒറ്റയ്ക്കാക്കി എവിടെ പോയില്ല. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകും. തീർന്നു. അതായത് കുസുമാലി മനോഹാരിണി ശ്രീപാദം പൂജം പവതമ്പി മൂല്യ കത്തിമോഹൻ സുഹൃദയം പ്രവിശന്തി വക്ത മന്ത്രം മന്ത്രായ പ്രതിഷ്ഠ തമ്പി കൊഞ്ചം கிட்டவாங்க முதல்ல அந்த பந்தம் ஒழிஞ்சுதான் ஆகணும். அப்படிதான் தேவி சொல்லி இருக்கு. இல்லைன்னா குடும்பம் சன்னா பின்ன ஆயிடுவேன். അതുதான் ദേവി சொல்லியிருக்கு. അതുதான் ദേവി சொல்லியிருக்கு. ഒരാഴ്ചക്കകത്ത് ഭാര്യയുടെ ബന്ധം വേർപെടുത്തണം, അല്ലെങ്കിൽ കുടുംബം നശിക്കുന്നാണ് അമ്മ പറയുന്നത്. കേട്ടോ സാറിന് ലിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞോടാ ആ What?